ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ കോച്ചിങ് സെൻറ്ററിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതിൻ. ഞാനായിരിക്കും നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എടുക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആക്ച്വൽ നെയിം ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് എന്നാണ്. ഈ സെക്കൻഡ് പാർട്ട് അർബൻ പ്ലാനിംഗ് എന്നുള്ള പാർട്ട് കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു പോർഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈസിയർ ആണ്. നമുക്ക് കുറച്ചൊരു തിയറി പോർഷൻസ് ആണ്, കുറച്ച് ബൈഹാർട്ട് പഠിക്കാനുള്ള പോർഷൻസ് മാത്രമേ ഉള്ളൂ. ബൈഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബൈഹാർട്ട് പഠിക്കാനൊന്നുമില്ല, കുറച്ച് അർബനൈസേഷൻ തിയറീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അർബൻ പ്ലാനിംഗ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വരുന്നുള്ളൂ. നമ്മുടെ സിലബസിൻ്റെ ഒരു 95% അല്ലെങ്കിൽ ഒരു 98%ഉം ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ കൺസെപ്റ്റിൻ്റെ അടിയിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സബ് ടോപ്പിക്കുകളാണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ്. ലൈക്ക് ഹൈവേൻ്റെ ഡിസൈൻ ഉണ്ട്, റെയിൽവേ ട്രാക്കിൻ്റെ ഡിസൈൻ ഉണ്ട്, അതുപോലെ നമ്മുടെ എയർപോർട്ട് റൺവേയുടെ ഡിസൈൻസ് ഉണ്ട്, ടാക്സി വേയുടെ ഡിസൈൻസ് ഉണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം ബേസിക്സ് പഠിച്ച് പയ്യെ അഡ്വാൻസ്ഡ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 99% സ്റ്റുഡൻസിനും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിനോടുള്ളൊരു മെൻറ്റാലിറ്റി എന്തായിരിക്കും? ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു അല്ലെങ്കിൽ ഒരു സമാധാനം തരുന്നൊരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ, അല്ലേ? പല യൂണിവേഴ്സിറ്റി എക്സാമുകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമുകളും സ്ട്രക്ചറും സ്റ്റീലും ഒക്കെ പഠിച്ച് അതിൻ്റെയൊക്കെ എക്സാംസൊക്കെ എഴുതി മേ ബി എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് പോലെ ഒരുപാട് ബൈഹാർട്ട് പഠിച്ച് വന്ന് എഴുതിക്കൊണ്ടിരിക്കുന്ന എക്സാമിൻ്റെ ഇടയിലൊക്കെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം വരുമ്പോൾ നമുക്കൊരു സമാധാനമാണ്, അല്ല ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സാം ദിവസം എന്ന് പറഞ്ഞാൽ, അല്ലേ? അത്രയും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്, അല്ലേ? റെയിൽവേ ട്രാക്കിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ റോഡിൻ്റെ ഡിസൈൻ, പേയ്മെൻറ്റ് മെറ്റീരിയൽസ്, നമ്മുടെ അഗ്രിഗേറ്റ്സ് ഒക്കെ, ടാർ, ഇതിനൊക്കെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ഡേ ടു ഡേ ലൈഫിൽ, അല്ലേ? എന്നാൽ നമുക്കറിയാത്ത എന്നാൽ നമുക്ക് കണ്ട് പരിചയമുള്ള ചില എലമെൻസിൻ്റെ എഞ്ചിനീയറിംഗ് വശങ്ങൾ, അല്ലേ? ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും അറിയില്ല. ഓക്കെ, നമുക്ക് ടാർ അറിയാം, നമുക്ക് ബിറ്റുമെൻ അറിയാം. എന്നാൽ നമ്മളൊരു സിവിൽ എഞ്ചിനീയർ ആയിരിക്കുന്ന സമയത്ത് എന്താണ് ടാർ, എന്താണ് ബിറ്റുമെൻ, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്, അല്ലേ? അതാണ് നമ്മളൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി പഠിക്കുന്നത്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിലുള്ള എല്ലാ ടോപ്പിക്സും നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ പരിചയമുള്ളൊരു സംഭവങ്ങളാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ വളരെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്. ഒരുപാട് എഫേർട്ടൊന്നും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇടേണ്ടതില്ല, അല്ലേ? നമുക്കറിയാം, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസൊക്കെ ഒരുപാട് എഴുതിയിട്ടുള്ളവരാണ്, ട്രാൻസ്പോർട്ടേഷനൊക്കെ ഒരുപാട് സ്കോർ ചെയ്തിട്ടുള്ളവരുമായിരിക്കും എല്ലാവരും. എന്നാൽ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ആളത്ര സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി അല്ല. എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ മെൻറ്റാലിറ്റി കൊണ്ടാണ് കേട്ടോ, അല്ലാതെ സബ്ജക്റ്റിൻ്റെ ടഫ്നെസ് കൊണ്ടൊന്നുമല്ല. പലപ്പോഴും നമ്മൾ വളരെ ഈസി ആയിട്ട് എടുക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻസിലും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിന് ഒരുപാട് സമയമൊന്നും നീക്കി വെക്കാറില്ല, ശരിയല്ലേ? നമ്മളൊരു പക്ഷേ നമുക്ക് അധികം അറിയാത്ത മേ ബി ചിലപ്പോൾ മാത്സ് ആയിരിക്കാം ചിലർക്ക് കുറച്ചുകൂടി ടഫായിട്ടുള്ള സബ്ജക്റ്റ്, ചിലർക്ക് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കാം, ചിലർക്ക് മേ ബി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കാം, ചിലർക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ആയിരിക്കാം. പലരും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അല്ലേ? എനിക്ക് ട്രാൻസ്പോർട്ടേഷനൊക്കെ അറിയാം, എനിക്ക് സ്കൂളിൽ കോളേജിൽ നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ട് പലപ്പോഴും ജസ്റ്റ് ഓടിച്ച് വിടാറാണ് പലരും. അതുകൊണ്ട് മേ ബി ഒരു 5 മാർക്കിനൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷനിൽ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 2 മാർക്കൊക്കെ നിങ്ങൾ സ്കോർ ചെയ്യുമായിരിക്കും. ബട്ട് ദ റിമൈനിങ് 3 മാർക്സ് മേ ബി ആ 3 മാർക്സ് ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ഒരുപാട് വേരിയ ചെയ്യാൻ പോകുന്നത്. ടഫ് സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്കൊരു 2-3 മാർക്ക് മിസ്സായി പോകാമെന്ന് വിചാരിക്കുക, നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ മിസ്സായി പോകാമെന്ന് വിചാരിക്കുക. അത്ര വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അത്ര വലിയ സങ്കടമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ടഫ് ടോപ്പിക്സ് എന്നായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ മിസ്സായി പോകുന്നത്. നിങ്ങളുടെ ഫ്രണ്ടിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോമ്പറ്റീറ്ററിനും മേ ബി
സെയിം കേസ് തന്നെ ആയിരിക്കും, അവർക്കും ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ ഇതുപോലെയുള്ള ഈസിലി സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്ട്സിൽ നിന്ന് നിങ്ങളൊരു 1-2 മാർക്ക് മിസ്സാക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ എന്തുകൊണ്ടാണ് മിസ്സാവുന്നത്? ആ ടോപ്പിക്ക് ടഫായതുകൊണ്ടല്ല, നിങ്ങളുടെ ലാക്ക് ഓഫ് പ്രിപ്പറേഷൻസ് കൊണ്ടാണ്. അല്ലേ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല എന്നല്ല, നമ്മളെന്നാൽ അത്രയും കൺസേൺ ആയിരിക്കില്ല ഈ സബ്ജക്റ്റിൽ എന്നുള്ളതുകൊണ്ടാണ്. അല്ലേ, അപ്പോൾ അതാണ് പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ളൊരു സംഭവം. എന്ന് കരുതി ആളെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പയ്യെ പയ്യെ ഓരോ ടോപ്പിക്കായിട്ട് നോക്കാം. ബേസിക്സിൽ നിന്ന് അഡ്വാൻസിലേക്ക് പോവാം. വളരെ കൃത്യമായിട്ട് എല്ലാ വീഡിയോസും പ്രോപ്പറായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈസിലി 100% ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമുക്ക് പുല്ലുപോലെ സ്കോർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ചോദിക്കുന്ന സമയത്ത് നമുക്കറിയാം റീസെൻ്റ്ലി ഒരുപാട് ന്യൂമറിക്കൽസും അസിസ്റ്റൻ്റ് എഞ്ചിനീയറിംഗ് പോലുള്ള എക്സാംസിന് റിപ്പീറ്റേറ്റീവായിട്ട് അവർ ചോദിക്കുന്നുണ്ട്. അല്ലേ, ഒരുപാട് ന്യൂമറിക്കൽസും വരുന്നുണ്ട്. സോ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് വിച്ച് ഈസ് പോസിബിൾ ടു ആസ്ക് യു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. കമ്മിങ് ബാക്ക് ടു ദി സബ്ജക്റ്റ്, എന്താണ് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അല്ലേ, ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കാം, ലോങ് ഡ്യൂറേഷൻ ആയിരിക്കാം, വാട്ട് എവർ, ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ്. എങ്ങനെയൊക്കെ ആയിരിക്കാം ആ മൂവ്മെൻറ്റ്? ബൈ റോഡ് ആയിരിക്കാം, ബൈ ട്രെയിൻ ആയിരിക്കാം, മീൻസ് ബൈ റെയിൽവേ ട്രാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിലോ ഹെലികോപ്റ്ററിലോ ഒക്കെ പോവാം, ബൈ എയർ, അതല്ലെങ്കിൽ ഷിപ്പിലോ ബോട്ടിലോ ഒക്കെ ആയിരിക്കാം. അല്ലേ, എന്ന് വെച്ചാൽ ദർ ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ ദർ ആർ 4 ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. എന്തൊക്കെയാണ് ആ 4 മോഡ്സ്? ബൈ റോഡായിരിക്കാം, നമുക്ക് വേണമെങ്കിൽ അതിനെ റോഡ് വേ എന്ന് വിളിക്കാം. അല്ലേ, റോഡ് വേ ആയിരിക്കാം, റെയിൽവേ ആയിരിക്കാം, എയർവേ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ വേ ആയിരിക്കാം. അല്ലേ, ഈ 4 മോഡ്സ് ആണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. സിംപ്ലി നമ്മളത് എഴുതുവാണെങ്കിൽ വാട്ട് ആർ ദി മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? വാട്ട് ആർ ദ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? ദർ ആർ 4 മോഡ്സ്. അല്ലേ, എന്തൊക്കെയാണ്? റോഡ് വേ ഉണ്ട്. റോഡ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടണലിംഗ് ഒക്കെ റോഡ് വേയിൽ തന്നെ വരും. ഓക്കെ, റോഡ് വേ, ഹൈവേ, ടണലിംഗ്, അണ്ടർപാസ്, ഇതെല്ലാം റോഡ് വേയിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് റെയിൽവേ ഉണ്ട്, പിന്നെ എയർവേ, ദെൻ ലാസ്റ്റ് വാട്ടർ വേ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ ഏറ്റവും കൺസ്ട്രക്ഷൻ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ ഏറ്റവും കുറവ് ഏതിനായിരിക്കും എന്നാണ് തോന്നുന്നത്? ഒബ്വിയസ്ലി നമുക്കിതൊക്കെ നേരത്തെ അറിയാം. അല്ലേ, എന്താണ് റോഡ് വേ, എന്താണ് റെയിൽവേ, എന്താണ് എയർവേ, എന്താണ് വാട്ടർ വേ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ഏറ്റവും കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറഞ്ഞതും ഏറ്റവും മെയിൻ്റനൻസ് കോസ്റ്റ് കുറഞ്ഞതും ഏതിനായിരിക്കും? ഓഫ് കോഴ്സ് വാട്ടർ വേക്കായിരിക്കും. അല്ലേ, കാരണം എന്താണ്, നമുക്കൊരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ ക്രോർസ് ആൻഡ് ക്രോർസ് അതിന് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഉണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റ് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ വരും. ഒരു ലോങ് സ്പാനൊക്കെ നോക്കുക, നമ്മൾ കാണുന്നില്ല. അല്ലേ, റോഡൊക്കെ ടാറൊക്കെ പോകുന്നു, ഗട്ടേഴ്സ് വരുന്നു, മെയിൻറ്റെയിൻ ചെയ്യാൻ ഈച്ച് ടൈം നമ്മളൊരു പാച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിന് മുകളിലൊരു ക്രോർസ് ആൻഡ് ക്രോർസ് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലേ, റെയിൽവേയോ, റെയിൽവേ ട്രാക്ക് കൺസ്ട്രക്ട് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ എയർവേ നമ്മൾ വിചാരിക്കും എയറിലൂടെ പോകുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലേ, എന്നാൽ എയർപോർട്ടിൻ്റെ ഡിസൈൻ, എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻ, ഇൻ ദ സെൻസ് എയർപോർട്ടിൻ്റെ ടാക്സി വേ ഉണ്ട്, റൺവേ ഉണ്ട്, അങ്ങനെ ഒരുപാട് ചെറിയ എലമെൻറ്റ്സ് ഉണ്ട് എയർപോർട്ടിൽ. നമ്മൾ വരുന്ന സെഷൻസിലൊക്കെ അതൊക്കെ പഠിക്കും. ഈ പറഞ്ഞ ടാക്സി വേയും ഈ പറഞ്ഞ റൺവേ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവുള്ള കാര്യമാണ്. നമ്മൾ റിജിഡ് പേയ്മെൻ്റാണ് അവിടെയൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വരുന്ന സെഷൻസിൽ നമ്മൾ പഠിക്കും ഫ്ലെക്സിബിൾ പേയ്മെൻറ്റും റിജിഡ് പേയ്മെൻറ്റും ഒക്കെ. മേ ബി നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ കുറച്ച് ഡിസൈൻ ആസ്പെക്ട്സും അങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഡീപ്പർ പോർഷൻസ് കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എക്സ്ട്രാ ആയിട്ട്. അപ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്യാനും മറ്റുമായിട്ടുള്ള ഏറ്റവും കൺസ്ട്രക്ഷൻ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ ഏറ്റവും കുറവ് ഒബ്വിയസ്ലി അത് വാട്ടർ വേക്ക് ആയിരിക്കും. അല്ലേ, നമ്മൾ വലിയ കാർഗോയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ വലിയ ഷിപ്പുകളായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ ചെറിയ
രീതിയിലുള്ള യാത്രകൾക്കെല്ലാം കോമൺ മാൻ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ വള്ളങ്ങളും ചെറിയ ചെറിയ ബോട്ടുകളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 4 മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് വെരി ഈസിലി നമുക്ക് പറയാം വാട്ടർ വേ ആയിരിക്കും കൺസ്ട്രക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കുറവ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ലേ, അത്രയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പ്രീവിയസ്ലി ഒരു തവണ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാമിന് തന്നെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാവിങ് ലീസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കോസ്റ്റ്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി യെസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ചീപ്പസ്റ്റ് ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഓഫ് കോഴ്സ് നമ്മൾ ഓൾറെഡി അതിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു, വിച്ച് ഇസ് വാട്ടർ വേ. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പഠിക്കും അണ്ടർ റോഡ് വേ, വേറെ കുറേ ടോപ്പിക്സ് പഠിക്കും അണ്ടർ റെയിൽവേ, എയർവേയിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പഠിക്കും. എന്നാൽ വാട്ടർ വേയിൽ നമുക്ക് അധികം പഠിക്കാനൊന്നുമില്ല കമ്പാരിറ്റീവ്ലി. എന്നാലും കുറച്ച് പോർഷൻസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് എക്സാംസിനും വാട്ടർ വേയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, കമ്മിങ് സെഷൻസിൽ കൂടുതലായിട്ട് നോക്കാം.